മാം പോവണ്ടേ? ഞാൻ കൃഷ്ണനെക്കുറിച്ചും നവീനെക്കുറിച്ചും ചിന്തിക്കുകയായിരുന്നു. അവർ തമ്മിൽ വല്ലാതെ അടുത്തിരിക്കുന്നു അല്ല സിനി? മാം അത് നവീൻ അവളോട് ഇത്രയും സ്നേഹം കാണിക്കുമ്പോ കൃഷ്ണയും ഒരുപക്ഷെ നവീനെ സിൻസിയറായിട്ട് സ്നേഹിക്കുന്നുണ്ടാവും. എന്താ ഇപ്പൊ മാമിന് അങ്ങനെ തോന്നാം? അങ്ങനെ സംഭവിച്ചാലും എനിക്ക് അവളെ കുറ്റം പറയാനൊന്നും പറ്റില്ല. അവളെ കുരുക്കിലേക്ക് തള്ളിയിട്ടത് ഞാനാ. ആവശ്യം കഴിഞ്ഞ് യാത്ര പറഞ്ഞ് അവളെ ഇറങ്ങിയിട്ടും വീണ്ടും വീണ്ടും ഞാൻ അവളെ ചെന്ന് കണ്ടു. ഈ വേഷം കെട്ടാനായിട്ട് നിർബന്ധിച്ചു. അവള് സത്യസന്ധയാ, പറഞ്ഞ വാക്ക് പാലിക്കുന്നവളാ. അവളല്ല മറ്റൊരു പെണ്ണാണെങ്കിൽ ഒരുപക്ഷെ ഈ സമയത്തിനകം നവീനോടൊപ്പം ജീവിച്ചു തുടങ്ങിയനെ. ശരിയാണ് മാം. കൃഷ്ണ കാണിക്കുന്ന മനസ്സിന്റെ നിയന്ത്രണം അത് മറ്റാരെ കൊണ്ട് സാധിക്കില്ല. എനിക്കത് മനസ്സിലാവും. പക്ഷെ ഒട്ടും മനസ്സിലാകാതെ പോകുന്നത് ഗാഥ മാഡത്തിനാ. എല്ലാം അവളുടെ തെറ്റാ. കൃഷ്ണ തെളിച്ചു കൊടുത്ത പാതയില് വെറുതെ നടക്കേണ്ട ചുമതല മാത്രമേ അവക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവക്കത് സാധിക്കുന്നില്ല. കൃഷ്ണയുടെ സാമീപ്യത്തിൽ നവീന്റെ മനസ്സ് ശാന്താവുന്നുണ്ട്. കളരിക്കൽ കുടുംബത്തിൽ എല്ലാവരും സന്തോഷിക്കുന്നുമുണ്ട്. പക്ഷെ അവളുടെ സ്ഥാനത്തേക്ക് ഗാഥ വരുമ്പോ ഒരു ദിവസം കൂടെ അത് നിലനിർത്താനായിട്ട് അവൾക്ക് സാധിക്കുന്നില്ല. നിസ്സാര കാര്യങ്ങളിൽ പൊട്ടിത്തെറിച്ച് അവൾ സ്വന്തം ജീവിതം തന്നെ ഇല്ലാണ്ടാക്കുന്നു. എപ്പോഴെങ്കിലും കൃഷ്ണയുടെ മനസ്സൊന്ന് മാറിയാല്, നവീനെ ഇനി വിട്ടുപിരിയാനായിട്ട് പറ്റില്ലെന്ന് അവൾക്ക് തോന്നി തുടങ്ങിയാല് ഇതെവിടെ ചെന്ന് അവസാനിക്കും? മാമിന് കൃഷ്ണയെ സംശയമുണ്ടോ? ഇല്ല സിനി, പക്ഷെ പേടിക്കാതെയും പറ്റില്ല. മനുഷ്യനാ, സാഹചര്യങ്ങൾ മനുഷ്യനെ കൊണ്ട് അരുത്താത്തതൊക്കെ ചെയ്യിപ്പിക്കും. പക്ഷേ ഇപ്പൊ അതല്ലാതെ നമ്മുടെ മുമ്പിൽ വേറെ മാർഗമൊന്നുമില്ലല്ലോ. പ്രത്യേകിച്ച് ഗാഥ മാഡം ശ്രീനിവാസ് സാറിന്റെ അടുത്ത് കഴിയുമ്പോ. ജീവിതം വെട്ടിപ്പിടിച്ചു എന്നുള്ള ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു, എല്ലാം തകർന്നു. ഇപ്പോ ആരുടെയൊക്കെയോ ദേവ് കാത്ത് കഴിയുന്ന ഭിക്ഷക്കാരിയുടെ വേഷത്തിലായി സിതാര ശ്രീനിവാസ്. മാം, ദൈവം നമ്മളെ കൈവിടില്ല. കൃഷ്ണയും. ആ ധൈര്യം മനസ്സിൽ വെക്കാൻ ഇപ്പൊ പറ്റും. ആ